കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് കൃഷ്ണയും നമ്മുടെ സുനന്ദയും കൂടെ സിതാരയുടെ വീട്ടിൽ പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് ജോലിയൊക്കെ ചെയ്യുന്നു. അങ്ങനെ സുനന്ദ ആരും കാണാതെ ആ ഫോട്ടോ അവിടെ വെക്കുകയാണ്. അതിനുശേഷം കൃഷ്ണയെ നമ്മുടെ സിതാരയുടെ മുമ്പിലേക്ക് ജ്യൂസുമായിട്ട് വിടുന്നു. പക്ഷേ സിതാര ഗാഥ എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. മോളെ അവിടെ വെച്ച് മോൾ എന്തിനാണ് ജ്യൂസ് കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്നു. അപ്പം നമ്മുടെ കൃഷ്ണയ്ക്കൊന്നും മനസ്സിലാകുന്നൊന്നുമില്ല എന്താണ് ഇവർ പറയുന്നതെന്ന്. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് സുനന്ദയോട് അവരെന്തൊക്കെയോ പറഞ്ഞെന്ന് പറയും. അപ്പോൾ സുനന്ദയ്ക്ക് മനസ്സിലായി, കാരണം ഗാഥയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് സിതാരയല്ല ഇങ്ങനെ പറഞ്ഞത്. ഇതേ സമയത്ത് നമ്മുടെ ഗാഥയാണെങ്കിൽ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുന്നു. എന്നിട്ട് ചോദിക്കുന്നത് എന്താ ഈ കാര്യങ്ങളും ചോദിക്കുന്നു. നവീനോട് സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ സിതാര പറയുന്നു, ഇപ്പോഴല്ലേ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയും, ഞാൻ ഇത്ര നേരം റൂമിലായിരുന്നു, അമ്മ ആരോട് പറഞ്ഞെന്നാ ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കും. നിനക്കൊന്നും കൂടെ കേൾക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടായിരിക്കും എന്ന് പറയും. അന്നേരം പറയാണ് എല്ലാം ഓക്കെ ആയിട്ടുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ സിതാര മുകളിലേക്ക് പോവുകയാണ്. പിന്നീട് നമ്മുടെ കളരിക്കൽ കുടുംബത്തിലെ മുത്തശ്ശിയും നവീൻ്റെ അച്ഛനും കൂടെ തിരുമേനിയെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അയാൾ പ്രശ്നം വെച്ച് പറയുകയാണ്, നിങ്ങളുടെ കുടുംബത്തിൽ നാഗത്തിൻ്റെ ശാപമുണ്ട്, ആ കുട്ടി മരിക്കേണ്ടതായിരുന്നു, പക്ഷെ നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഒരു കുട്ടി അവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവർ ചോദിക്കുന്ന ആരാന്ന്. അന്ന് അവിടെ ആരും പ്രത്യേകിച്ച് വന്നില്ല എന്ന് പറയുന്നു. അല്ല, ആ കുട്ടി നല്ല ദൈവഭാഗ്യമുള്ളതാണ്, കളരിക്കൽ കുടുംബത്തിൻ്റെ രക്ഷകയാണെന്നൊക്കെ പറയും. അത് ആരാണെന്ന് ചോദിക്കുക. പറയും ദൈവം അദൃശ്യനല്ല, അതുപോലെ ആരാന്ന് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയും. അത് ശരിക്കും കൃഷ്ണയാണ്. അപ്പോൾ പറയാം, ആ കുട്ടി നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെയുണ്ട്, ആ കുട്ടി നിങ്ങളുടെ രക്ഷകയായി എത്തും എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. പിന്നീട് നമ്മുടെ കൃഷ്ണ തിരിച്ച് ഇവിടെ എത്തുകയാണ്. അതിനുശേഷം നമ്മുടെ കൃഷ്ണയുടെ അമ്മ തങ്കം വിളിക്കുകയാണ്. ഫോൺ വിളിച്ചിട്ട് പറയും, എത്രയും പെട്ടെന്ന് നീ വരണം, ഇങ്ങനെ ഗോപാലൻ പറയുന്നൊന്നും വിശ്വസിക്കരുത്, അയാൾ അതും ഇതൊക്കെ പറയും എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അങ്ങനെ ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേനും ഗോപാലനോട് പറയും, ഞാൻ തിരിച്ചു പോക്കോളാം, അമ്മയ്ക്ക് തീരെ വയ്യ, അമ്മയ്ക്ക് ഒന്നുമില്ലെങ്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയല്ലോ എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ പറയും, മോള് വിഷമിക്കാതെ നമുക്ക് എങ്ങനെയും പൈസ ഉണ്ടാക്കിയിട്ട് പോകാം, നീ വെയിറ്റ് ചെയ്യാൻ പറയും, 2 ദിവസം കൂടെ നോക്കിയിട്ട് പോകാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പിന്നീട് അവർ ആലോചിക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്നറിയില്ലല്ലോ, അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ സിതാര വീണ്ടും അടുക്കളയിലേക്ക് വരുമ്പോൾ ഈ ഫോട്ടോ കാണുന്നു. അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് പെട്ടെന്ന് വയലൻ്റ് ആകുകയാണ്. അങ്ങനെ നമ്മുടെ സിനീനെ വിളിക്കും. അപ്പോൾ സിനി ഓടി വരും. സിനിയോട് ചോദിക്കും, ഈ ഫോട്ടോ ആരാ ഇവിടെ വെച്ചതെന്നൊക്കെ ചോദിക്കുക. പറയാം, എനിക്കറിയില്ല എന്ന് പറയാം. ജോലിക്കാർ പോയോ എന്ന് ചോദിക്കും. അപ്പോൾ പറയാം, അവർ പോയെന്ന് പറയും. അപ്പോൾ സിതാരയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അവർ തന്നെ ആയിരിക്കും, കാരണം ഈ പായസം വെച്ചത് ഇതൊക്കെ ഉണ്ടല്ലോ, കാരണം അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ കൃഷ്ണൻ ഗാഥ വന്നിട്ട് ആ ഫോട്ടോ പെട്ടെന്ന് കൈയിട്ട് വാങ്ങും. അപ്പോൾ സിതാര പറയാം, അതിങ്ങനെ തരാൻ പറയും. അപ്പോൾ പറയും, ഇതാരാന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഈ കാര്യം എനിക്ക് ഓർക്കാനും പറയാനും ഇഷ്ടമല്ല, അതിങ്ങനെ തരാൻ പറയും. അങ്ങനെ പിടിച്ചു വലിച്ച് വാങ്ങുകയാണ്. അങ്ങനെ സിതാര ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എപ്പിസോഡ് എല്ലാവരും കാണുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.